സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ നിർണായക വെളിപ്പെടുത്തലിന് വഴിതെളിച്ച ടീം സോളാർ കമ്പനി മുൻ ജനറൽ മാനേജർ രാജശേഖരൻ നായരിൽ നിന്ന് സോളാർ അന്വേഷണ കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കും. താൻ ഉന്നയിച്ച കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നാണ് രാജശേഖരന്റെ നിലപാട്. ഇക്കാര്യങ്ങൾ കമ്മീഷനെ രേഖാമൂലം അറിയിക്കുമെന്ന് രാജശേഖരൻ റിപ്പോർട്ടറോട് പറഞ്ഞു. സോളാർ കേസ് പ്രതി സരിത എസ് നായർക്ക് കേസ് നടത്തിപ്പിന് സഹായം നൽകുന്നത് മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരുമാണെന്ന അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. ടീം സോളാർ കമ്പനി മുൻ ജനറൽ മാനേജർ രാജശേഖരൻ നായരോടാണ് ഫെനി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. സരിതയ്ക്കൊപ്പം ഏറെക്കാലം പ്രവർത്തിച്ചിരുന്ന രാജശേഖരൻ മന്ത്രിമാരുമായുള്ള ഇവരുടെ ബന്ധം സംബന്ധിച്ചും നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് രാജശേഖരന്റെ മൊഴിയെടുക്കാൻ സോളാർ അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചത്. ഫെനി ഇക്കാര്യങ്ങൾ നിഷേധിച്ച സാഹചര്യത്തിൽ താൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് രാജശേഖരൻ വ്യക്തമാക്കി. തീർച്ചയായിട്ടും സാക്ഷിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിഷേധിക്കുന്നുണ്ട്. ഫെനി ബാലകൃഷ്ണൻ പറയുന്നത് മോർഫിംഗ് ആണ്, ഇത് മിമിക്രിക്കാരെ കുറിച്ച് പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അത് ഒരു ശാസ്ത്രീയ പരിശോധനയിൽ കൂടെ അതും കൂടെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ബഹുമാനപ്പെട്ട കമ്മീഷനോട് ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ്. നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് രേഖാമൂലം ഞാൻ നാളെ എഴുതി കൊടുക്കാൻ പോവാം. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ ഇന്ന് രേഖാമൂലം അറിയിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സരിത എത്തിയതിന് താൻ സാക്ഷിയാണെന്നും അന്നെടുത്ത ചിത്രങ്ങൾ കമ്മീഷന് തെളിവായി സമർപ്പിക്കുമെന്നും രാജശേഖരൻ പറഞ്ഞു. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.